ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 2 മൊഡ്യൂൾ 4 ബാക്കി നോക്കാനുള്ള ലെക്ചർ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് ഐറ്റംസ് ഓഫ് ട്രാക്ക് മെയിൻ്റനൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം അത് ഓരോ ഐറ്റംസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ലാസ്റ്റത്തെ ആ ഒരു ബോൾഡിലാക്കിയത് നമ്മൾ പറഞ്ഞായിരുന്നു. ആ 4 റോളിംഗ് സ്റ്റോക്ക്, പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ്, ലെവൽ ക്രോസിങ്സ് ആൻഡ് ടണൽസ്, ഇവിടെ എല്ലാം ചെയ്യുന്ന ട്രാക്ക് മെയിൻ്റനൻസ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് ഗേജും പ്രോപ്പർ ഡ്രെയിനേജ്, അതുപോലെ ട്രാക്ക് കമ്പോണൻസിൽ ചെയ്യുന്ന മെയിൻ്റനൻസ്, ബ്രിഡ്ജ് ആൻഡ് ഇറ്റ്സ് അപ്രോച്ചസിൽ ചെയ്യുന്ന മെയിൻ്റനൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇപ്പം ഞാൻ എന്തായാലും ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കാണാൻ പഠിക്കണ്ട, അത് കാര്യം നോക്കിയിട്ട് നമ്മൾ 3-4 പ്രാവശ്യം വായിക്കുമ്പം ഓരോ ഐറ്റംസിലും ചെയ്യേണ്ട മെയിൻ്റനൻസ് എന്താ നമുക്ക് മനസ്സിലാവും. ഒരു 3-4 പ്രാവശ്യങ്ങളിൽ വായിക്കണം. ഓക്കെ, എന്നിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ആ പോയിന്റ്സ് ഒക്കെ. എന്നിട്ട് ഇൻ കേസ് ചോദിച്ചാൽ അത് മാത്രം അങ്ങ് എഴുതിയാലും മതി. ഓക്കെ ഓക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് ഐറ്റം ഏതാ നോക്കാം. ഓക്കെ, ആദ്യമേ ഞാൻ കൊടുത്തിരിക്കുന്നത് മെയിൻ്റനൻസ് ഓഫ് ബ്രിഡ്ജ് ആൻഡ് ഇറ്റ്സ് അപ്രോച്ചസ്. ഓക്കെ, അപ്പം നമ്മുടെ ട്രാക്ക്, റെയിൽവേയുടെ ട്രാക്ക് ബ്രിഡ്ജിൽ കൂടെയും അല്ലെങ്കിൽ ബ്രിഡ്ജിലോട്ട് ചെല്ലുന്ന ആ അപ്രോച്ചസിൽ കൂടെയാണ് ആ ട്രാക്ക് പോകുന്നതെങ്കിൽ ആ ഒരു പോർഷനിൽ ട്രാക്കിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻ്റനൻസ് ചെയ്തിരിക്കണം. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഓരോ സ്പോട്ടിലൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഈ ബ്രിഡ്ജിലോട്ടുള്ള അപ്രോച്ചസിൽ അല്ലെങ്കിൽ ബ്രിഡ്ജിൽ വെച്ച് ട്രാക്കിൽ കൂടെ പോകുന്ന ട്രെയിൻ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായാൽ അതൊരു സീരിയസ് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും. എന്ന് വെച്ചാൽ നല്ല അപകടങ്ങൾ നന്നായിട്ടുണ്ടാകാൻ പറ്റുന്ന രീതിയിലായി കുറേ മരണങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഒത്തിരി പ്രോപ്പർട്ടി നഷ്ടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ബ്രിഡ്ജ് അതിൻ്റെ അപ്രോച്ചസിലൊക്കെ ഉള്ള റെയിൽവേ ട്രാക്കിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ബ്രിഡ്ജ് അല്ലെങ്കിൽ കൾവേർട്ടൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നത്, അത് പോയി ഇടയ്ക്കിടയ്ക്ക് പോയി ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് പെർമനൻറ്റ് വേ ഇൻസ്പെക്ടേഴ്സ്, ബ്രിഡ്ജ് എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം ബ്രിഡ്ജിൻ്റെ മെയിൻ്റനൻസിനെ നമുക്ക് 4ആയിട്ട് മെയിൻലി ഡിവൈഡ് ചെയ്യാം. ഓരോന്ന് എന്താ നോക്കാം. ഫസ്റ്റ് വൺ മെയിൻ്റനൻസ് ഓഫ് ഫൗണ്ടേഷൻ, അടുത്തത് മെയിൻ്റനൻസ് ഓഫ് സബ്സ്ട്രക്ചർ ആൻഡ് പ്രൊട്ടക്ഷൻ വർക്ക്, അടുത്തത് മെയിൻ്റനൻസ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ, 4ാമത് മെയിൻ്റനൻസ് ഓഫ് ട്രാക്ക് ഓൺ ബ്രിഡ്ജ് ആൻഡ് ഇറ്റ്സ് അപ്രോച്ച്. ഓക്കെ, അപ്പം അങ്ങനെ 4 രീതിയിലാണ് നമ്മൾ മൊത്തത്തിൽ ബ്രിഡ്ജിലുള്ള ആ ഒരു മെയിൻ്റനൻസ് വർക്കിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വൺ, ഏറ്റവും താഴെ ആ ബ്രിഡ്ജ് ഇരിക്കുന്നത് ഫൗണ്ടേഷനിലാണല്ലോ അല്ലേ, അപ്പം അവിടെ കൊടുക്കുന്ന മെയിൻ്റനൻസ് എന്താ നോക്കാം. മെയിൻ്റനൻസ് ഓഫ് ഫൗണ്ടേഷൻ, അപ്പം ഫോളോയിങ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കുറേ നാൾ കഴിയുമ്പം ഈ ഫൗണ്ടേഷൻ്റെ അവിടെയുള്ള പിയർ അബട്ട്മെൻറ്റിലൊക്കെ എന്താണ് സ്കോർ ഉണ്ടാകാൻ ചാൻസ്, സ്കോറിങ് മണ്ണൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ നല്ല ഡെപ്തിലൊക്കെ സ്കോറിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നേച്ചർ എന്താണ്, കോണ്ടൂർ എങ്ങനെയാണ്, അതിൻ്റെ ഡെപ്ത് എന്തുമാത്രമാണെന്ന് ഡിറ്റർമൈൻ ചെയ്തിട്ട് ആ സ്കോർ ഹോളിലൊക്കെ നമ്മൾ ഹെവി ആയിട്ടുള്ള സ്റ്റോൺ റബ്ബിൾ വെച്ച് ഫില്ല് ചെയ്യുക. അതൊരു മെത്തേഡ്. അടുത്തത് ഇതിൻ്റെ ഫ്ലോർ പോർഷൻ ഉണ്ടായിരിക്കും, അത് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഡൗൺ സ്ട്രീമിലായിട്ട് ഒരു വോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അതിനെ നമ്മൾ ഡ്രോപ്പ് വോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡ്രോപ്പ് വോളിൻ്റെയും ബിയോണ്ട് ആയിട്ട് സ്കോറിങ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ റബിൾ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയും അതിന് ടോപ്പ് പോർഷനിൽ പ്രോപ്പർലി പിച്ച് ചെയ്യുക, എന്ന് വെച്ചാൽ സ്ലോപ്പിൽ ഇങ്ങനെ കല്ല് അടുക്കി വെച്ച് ആ ഒരു ടോപ്പ് പോർഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പിച്ചിങ് നടത്തുകയും അതുപോലെ തന്നെ ആ ഒരു സ്ലോപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മെയിൻ്റനൻസ് എന്താ നോക്കാം. അടുത്തത് സബ്സ്ട്രക്ചറിൽ ചെയ്യുന്ന മെയിൻ്റനൻസ് എന്താ നോക്കാം. ഓക്കെ, അപ്പം ക്രാക്ക്, ഈ സബ്സ്ട്രക്ചറിൽ ക്രാക്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സ്മോൾ ക്രാക്ക് ആണെങ്കിൽ സാധാ സിമെൻറ്റ് വെച്ച് നമ്മൾ അത് മൂടി പോയിന്റ് ഒക്കെ ചെയ്ത് വെക്കും. ഇനി ബിഗ് ക്രാക്ക് ആണെങ്കിൽ നമ്മൾ ഗ്രൗട്ട് അല്ലെങ്കിൽ സിമെൻറ്റ് മോട്ടാർ വെച്ചിട്ടായിരിക്കും നമ്മളത് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ബെഡ് ബ്ലോക്കിൽ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബ്ലോക്സ് ഓരോ ഗിർഡറിൻ്റെ എൻഡിൽ കൊടുക്കുകയും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്ഡ് ബ്ലോക്ക് നമ്മൾ ഗിർഡറിൻ്റെ 2 എൻഡിലായിട്ട് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഈ ബ്രിഡ്ജ് മേസണറി സ്ട്രക്ചർ ആണെങ്കിൽ അതിൽ കൂടെ ഈ വെജിറ്റേഷൻ്റെ ഗ്രോത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഡ്സിനെല്ലാം നമുക്ക് റിമൂവ് ചെയ്യണം. പീരിയോഡിക്കലി പോയിട്ട് ഇങ്ങനെ ഈ ചെടിയും പുല്ലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത് പീരിയോഡിക്കലി ഒരു ഇത്രയും നാൾ കൂടി അല്ലെങ്കിൽ ഒരു മാസം കൂടിയൊക്കെ പോയി അത് പറിച്ചു മാറ്റി കളയണം. എന്നിട്ട് ആ ഹോളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വീട് കാരണം ഈ മേസണറി സ്ട്രക്ചറിൽ ഹോൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യുകയും ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഫില്ല് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ വർക്ക്, അത് എന്താണെന്ന് വെച്ചാൽ ഈ എർത്ത് ആൻഡ് എംബാക്ക്മെൻ്റ് ഒക്കെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ നമ്മൾ ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അവിടെയും ഈ സ്കോർ ഹോൾസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ മണ്ണിടിഞ്ഞിടിഞ്ഞ് പോയിട്ട് ഹോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ബൗൾഡേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് പിച്ചിങ് ഓൺ എർത്ത് എംബാക്ക്മെൻറ്റ് ഇസ് ഡാമേജ്ഡ്, അതുപോലെ തന്നെ ഈ എർത്ത് എംബാക്ക്മെൻറ്റിൽ നമ്മളിങ്ങനെ പിച്ചിങ് ചെയ്യും, എന്ന് വെച്ചാൽ സ്റ്റോൺ ഇങ്ങനെ ഒരു സ്ലോപ്പിൽ അടുക്കി വെക്കും ആ ഒരു എംബാക്ക്മെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യണം.
ഹെവി ഡാമേജ് ആണെങ്കിൽ ആ പിച്ചിങ്ങിനെ നമ്മൾ ഗ്രൗട്ട് ചെയ്യും. ഓക്കെ, അടുത്തത് സൂപ്പർ സ്ട്രക്ചറിൽ ചെയ്യുന്ന മെയിൻ്റെനൻസ്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ ഈ എക്സ്പാൻഷൻ ജോയിൻ്റ് ഒക്കെ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ കാര്യമായിട്ട് തന്നെ മെയിൻ്റെനൻസ് ചെയ്യണം. അതുപോലെ തന്നെ സ്ലൈഡിങ് പ്ലേറ്റ്, ബിയറിങ്സ്, ഇവിടെയൊക്കെ നമ്മൾ പോയിട്ട് പീരിയോഡിക്കലി തന്നെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഗിർഡറിൻ്റെ ബിയറിങ്സ് ഒക്കെ നമ്മൾ പീരിയോഡിക്കലി ഓയിൽ വെച്ച് കോട്ട് ചെയ്യണം, അതൊന്ന് ലുബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ എന്തെങ്കിലും പോർഷൻ ഇങ്ങനെ കൊറോഡായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വൺസ് ഇൻ 5 years കൂടുമ്പം പെയിൻറ് ചെയ്യും റെഡ് ലീഡ് വെച്ചിട്ട്. അതുപോലെ തന്നെ സ്റ്റീൽ ബ്രിഡ്ജസ് ആണെങ്കിൽ റിവറ്റ്സ് കാണും, ലൂസ് ആയിട്ട് പോയിട്ടുണ്ട് റിവറ്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് മാറ്റിയിട്ട് പുതിയത് വെച്ച് റീപ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബ്രിഡ്ജസ് ആണെങ്കിൽ അതിൽ എന്താണ് ക്രാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ആ ക്രാക്ക് വരുന്ന പോർഷൻ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണം. അണ്ടർ പ്രഷറിൽ ഗ്രൗട്ടിംഗ് മെഷീൻ വെച്ചിട്ടുള്ള പ്ലാസ്റ്ററിങ് ചെയ്യാറുണ്ട്, അത് ചെയ്യണം. കാര്യം അങ്ങനെ ആ ഒരു ക്രാക്ക് ഉണ്ടാകുന്നത് മെയിൻലി ഈ വണ്ടി പോകുമ്പോഴേക്കും ലോക്കോമോട്ടീവ്സിന് സ്മോക്ക് കാരണമായിരിക്കും ആ ഒരു കോൺക്രീറ്റിൽ ക്രാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് മാറ്റണം. ഓക്കെ, അടുത്ത മെയിൻ്റെനൻസ് നമ്മൾ എന്തിലാന്ന് നോക്കാം. മെയിൻ്റെനൻസ് നമ്മൾ ഇപ്പം ഏതൊക്കെ പറഞ്ഞു? നമ്മൾ ബ്രിഡ്ജിൽ ചെയ്യുന്നതിനെ മൊത്തത്തിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിലെ ഫൗണ്ടേഷനിൽ ചെയ്യുന്ന പറഞ്ഞു, സബ് സ്ട്രക്ചറിൽ, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ വർക്കിൽ, പിന്നെ സൂപ്പർ സ്ട്രക്ചർ പറഞ്ഞു. ഇനി ലാസ്റ്റത്തത് മെയിൻ്റെനൻസ് ഓഫ് ട്രാക്ക് ഓൺ ബ്രിഡ്ജ് ആൻഡ് ഇറ്റ്സ് അപ്രോച്ചസ്. അടുത്തത് ഫൗണ്ടേഷനിൽ നിന്ന് കയറി വന്നു ഇനിയും ആ ബ്രിഡ്ജിന്റെ മേളിൽ അല്ലെങ്കിൽ അപ്രോച്ചസിന്റെ അവിടെ കൂടെ പോകുന്ന ട്രാക്കിൽ ചെയ്യുന്ന മെയിൻ്റെനൻസ് എന്താ നോക്കാം. ഒന്ന്, ഇഫ് മേസണറി ബലാസ്റ്റ് വോൾസ് ആണെങ്കിൽ, ബലാസ്റ്റ് വോൾസ് മേസണറി ടൈപ്പ് ആണെങ്കിൽ വിച്ച് റീറ്റെയിൻ ദി എർത്ത് ആൻഡ് ബലാസ്റ്റ് ബിയോണ്ട് ദി എൻഡ് ഓഫ് ഗിർഡേഴ്സ്, അങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ ബൾജ് ഔട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു വോള്. അത് ആ ഒരു വീല് ലോഡ് കാരണമായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യണം, ഒന്നെങ്കിൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വോൾ വെച്ചിട്ട് ആ മേസണറി വോൾസിനെ. അതുപോലെ തന്നെ ബാഡ് റൈഡിങ് ആയിരിക്കും ഉണ്ടാകുന്നത് എപ്പോഴാണ് ഈ ബ്രിഡ്ജിന്റെ ലെവലുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ട്രെയിൻ അതിൽ കൂടെ പോകുമ്പോൾ അതിന് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം, ഈ ലെവൽ ചേഞ്ച് കാരണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാറ്റണം. അപ്പോൾ അതിന് ചിലപ്പോൾ നമ്മൾ ഈ റെയിൽസിന്റെ അടിയിലായിട്ട് നമ്മൾ ചിലപ്പം ടിമ്പറിന്റെ എന്തെങ്കിലും ഫ്രെയിം കയറ്റി വെച്ചിട്ട് ഒരേ ലെവലാക്കി ഒക്കെ വിടേണ്ടി വരുമായിരിക്കും. അതുപോലെ തന്നെ ഹുക്ക് ബോൾട്ട് കാണും, അത് നമ്മൾ ഈ സ്ലീപ്പേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഈ ബ്രിഡ്ജിലോട്ട്. അപ്പോൾ അത് ഫ്രീക്വൻ്റ്ലി പോയി അത് ചിലപ്പോൾ ലൂസ് ആകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് വിടണം. അതുപോലെ തന്നെ ദ കോണ്ടാക്ട് ഏരിയ ഓഫ് ഗിർഡർ വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് സ്ലീപ്പർ, ആ ഒരു സ്ലീപ്പറായിട്ട് കോണ്ടാക്ട് ആയിരിക്കുന്ന ഗിർഡറിന്റെ ആ പോർഷനിൽ ചിലപ്പോൾ കൊറോഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കേസിൽ എന്താണെന്ന് വെച്ചാൽ സ്ലീപ്പർ ഷിഫ്റ്റ് ചെയ്തിട്ട് ആ കോണ്ടാക്ട് ഏരിയ പെയിൻറ് ചെയ്ത് വിടണം, ആ കൊറോഷൻ മാറാൻ വേണ്ടി. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് നമ്മൾ ബ്രിഡ്ജിലും അപ്രോച്ചസിലും ചെയ്യുന്ന മെയിൻ്റെനൻസ്. അടുത്തത് മെയിൻ്റെനൻസ് ഓഫ് ട്രാക്ക് കമ്പോണൻസ്. ട്രാക്ക് കമ്പോണൻസിൽ ചെയ്യുന്ന മെയിൻ്റെനൻസ് അതെന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ അതിനെ മെയിൻലി നമുക്ക് റെയിൽസിൽ ചെയ്യുന്ന മെയിൻ്റെനൻസ്, ട്രാക്ക് ഫിറ്റിങ്സിൽ ചെയ്യുന്ന മെയിൻ്റെനൻസ്, സ്ലീപ്പേഴ്സിൽ ചെയ്യുന്ന മെയിൻ്റെനൻസ്, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ മെയിൻ്റെനൻസ് ആൻഡ് റിന്യൂവൽ ഓഫ് റെയിൽസ്. ഓക്കെ, അപ്പം സ്പോട്ട് റിന്യൂവൽ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ, എന്ന് വെച്ചാൽ റെയിൽസ് ഇങ്ങനെ വോൺ ഔട്ട് ആയി പോയി അല്ലെങ്കിൽ ബാറ്റേർഡ് ആയി പോകുന്ന റെയിൽസിൽ നമ്മൾ സ്പോട്ട് റിന്യൂവൽ ഡെയിലി മെയിൻ്റെനൻസ് രീതിയിൽ ചെയ്യാറില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ പുതിയ റെയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, പഴയ റെയിലിനോട് പുതിയ റെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ലെവൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എന്താണ്, സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റാതെ വരികയും റെയിലിൻ്റെ എൻഡ് ഡാമേജ് ആവുകയും ചെയ്യും. ഓക്കെ, അങ്ങനത്തെ കേസിൽ സ്പോട്ട് റിന്യൂവൽ നമ്മളിപ്പോൾ ഇൻ കേസ് അത് ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഏതെങ്കിലും സ്ഥലത്ത് മീൻസ് യൂസ് ചെയ്തിട്ടുള്ള റെയിൽസ് കാണും, പുതുപുത്തൻ റെയിലല്ല, യൂസ് ചെയ്തിട്ടുള്ള റെയിൽസ് കാണുമായിരിക്കും, അതുകൊണ്ട് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു പോർഷൻ ലെവലാക്കി വിടാൻ. ഓക്കെ, അതുപോലെ തന്നെ റെയിൽ ചിലപ്പം ബ്രോക്ക് ആവുകയും അല്ലെങ്കിൽ ക്രാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ആ ഒരു ബ്രോക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രാക്ക് ഉണ്ടായ പോർഷൻ ഇമ്മീഡിയറ്റ്ലി ബിലോ ആയിട്ട് നമ്മൾ ഒരു സ്ലീപ്പർ കൊണ്ട് പ്ലേസ് ചെയ്യുകയും അത് കറക്റ്റായിട്ട് ഫിറ്റൊക്കെ ചെയ്തിട്ട് പുതിയ റെയിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഫിറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ കിങ്ക് എന്തെങ്കിലും റെയിലിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെയും ഉടനെ റെക്ടിഫൈ ചെയ്യണം ജിം ക്രോ വെച്ചിട്ട്. അതുപോലെ തന്നെ വിയറിങ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, ചെക്ക് റെയിലിൽ അല്ലെങ്കിൽ ഇന്നർ റെയിൽ ഓൺ കേർവ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും മൊത്തത്തിൽ ആ ഒരു ട്രെയിനിൻ്റെ റണ്ണിങ്ങിന്. അങ്ങനത്തെ വരുമ്പോഴേക്കും അതും ഇമ്മീഡിയറ്റ്ലി റിന്യൂ ചെയ്യണം.
ഓക്കെ. പിന്നെ ഈ കൊറോഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലും സ്റ്റേഷൻ യാർഡ്സിലായിരിക്കും. കാര്യം അവിടെ നിന്നാണല്ലോ കുറേ ആഷസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ പോകുന്നത്. അപ്പം അത് ട്രാക്കിലൊക്കെ വന്ന് വീണ് കിടന്ന് എന്താണ് ആ റെയിൽസിനെ കൊറോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ സമയത്ത് ആ കേസസിൽ അതിൻ്റെ റെമഡി ആയിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണം ആ ഒരു റെയിലിൻ്റെ പോർഷൻസിലൊക്കെ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ്റെനൻസ് ആൻഡ് റിന്യൂവൽ ഓഫ് റെയിൽസിൽ വരുന്നത്. ഇനിയും ഇഫ് സ്പോട്ട് റിന്യൂവൽ ഈസ് ടു ബി ഡൺ അണ്ടർ ഹെവി ട്രാഫിക്, നല്ല ഹെവി ട്രാഫിക് ആയിട്ട് പോകുന്ന ഒരു ട്രാക്ക് ആണെങ്കിൽ, നല്ല എപ്പോഴും വണ്ടിയുള്ള ട്രാക്ക് ആണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് റെയിൽസിനെ എടുത്ത് മാറ്റാനാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ, അറ്റ് ഫസ്റ്റ് 2 ഫിഷ് ബോൾട്ട് ആർ റിമൂവ്ഡ് എന്ന് വെച്ചാൽ 2 ഫിഷ് ബോൾട്ട്, ഓരോ എൻഡിൽ നിന്ന് ഓരോ ഫിഷ് ബോൾട്ട് റിമൂവ് ചെയ്യും. എന്നിട്ട് മറ്റേ 2 ബോൾട്ടിനെ നമ്മൾ ഓയിൽ ചെയ്യും. അറ്റ് ദി സെയിം ടൈം ദ സ്പൈക്ക് ഓർ ഫിറ്റിംഗ്സ് ഫ്രം ദി ഓൾട്ടർനേറ്റ് സ്ലീപ്പർ ആർ റിമൂവ്ഡ്. അത് സ്ലീപ്പറിൽ നിന്നുള്ള ഫിറ്റിംഗ്സ് ഒക്കെ റിമൂവ് ചെയ്യും. ഇമീഡിയറ്റ്ലി ട്രെയിൻ പോയി, അപ്പോഴേക്കും ട്രെയിൻ പോയി കാണുമായിരിക്കും, ആ ഒരു ട്രാക്കിൽ കൂടെ പോകുന്ന ട്രെയിൻ പോയി കാണുമായിരിക്കും. എന്നിട്ട് ഇമീഡിയറ്റ്ലി എന്താ ചെയ്യുന്നത് വെച്ചാൽ, റിമൈനിങ് ഫിഷ് ബോൾട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പുതിയ ഇതും വെച്ച് ഫിറ്റ് ചെയ്യുകയും ഇനിയും വരാൻ പോകുന്ന ട്രെയിൻ വരുന്ന മുന്നേ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ. ഇനിയും പറയാനുള്ളത് മെയിൻ്റെനൻസ് ആൻഡ് റിന്യൂവൽ ഓഫ് സ്ലീപ്പേഴ്സ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ റെയിൽസ് പറഞ്ഞു. ഇനി സ്ലീപ്പേഴ്സിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാക്കിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ബലാസ്റ്റ് വെച്ച് പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടാമ്പിങ് അല്ലെങ്കിൽ ഈ ബലാസ്റ്റ് ഇങ്ങനെ അടിച്ച് താക്കുന്ന സാധനമുണ്ടല്ലോ, ടാമ്പേഴ്സൊക്കെ, അത് അധികം നമ്മൾ സ്ലീപ്പേഴ്സിന് മേളിൽ കൊണ്ടുപോയിട്ട് ഹിറ്റ് ചെയ്യാൻ പാടില്ല. കാര്യം അത് കോൺക്രീറ്റ് സ്ലീപ്പർ ആണെങ്കിലും അതുപോലെ തന്നെ ഈ കാസ്റ്റ് അയണിൻ്റെ, അതാണ് CI എന്ന്, കാസ്റ്റ് അയൺ സ്ലീപ്പർ ആണെങ്കിലും ആ സ്ലീപ്പറിന് ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്ക്വയറിങ് പ്രോസസ്സ് ചെയ്തില്ലേ, എന്താ 2 സ്ലീപ്പേഴ്സും കറക്റ്റ് ഇങ്ങനെ 90 ഡിഗ്രിയിൽ ഇരിക്കുന്നത്, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് സ്ക്വയറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദ സ്ലീപ്പേഴ്സ് ഇൻ സ്ക്യൂ പൊസിഷൻ ഷുഡ് നോട്ട് ബി ഹാമേർഡ്. അതിനെ ഹാമർ ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാൻ പാടില്ല സ്ക്വയർ പൊസിഷൻ ആക്കാൻ വേണ്ടി. അതിന് നമ്മൾ പ്രത്യേകം ക്രോബാർ എന്ന സാധനമുണ്ട്, അത് വെച്ചിട്ട് വേണം പൊക്കിയെടുത്ത് നേരെ ആക്കി വെക്കാൻ. ഓക്കെ. പിന്നെ വുഡൻ സ്ലീപ്പറിൽ നമ്മൾ സ്പൈക്ക് ഇറക്കി വെക്കുമ്പോഴേക്കും ആദ്യത്തെ എന്താ ഈ ഹാമർ ചെയ്യുമ്പോൾ സ്ട്രോക്ക് ചെയ്യുമല്ലോ, എന്ന് വെച്ചാൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കുമല്ലോ, ആ സ്പൈക്കിനോട് അടിക്കുമ്പോഴേക്കും ചെറുതായിട്ട് വേണം, ലൈറ്റ് സ്ട്രോക്ക് വേണം കൊടുക്കാൻ. കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊസിഷനിൽ നിന്ന് മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ആദ്യത്തെ അടിക്കുന്ന അടിയും പിന്നെ ലാസ്റ്റ് നമ്മൾ അടിക്കുന്ന ആ ഒരു സ്ട്രോക്കും നമ്മൾ ലൈറ്റായിട്ട് വേണം കൊടുക്കാൻ. ഓക്കെ. കാര്യം അല്ലെങ്കിൽ ചിലപ്പം ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്റ്റീൽ സ്ലീപ്പറിൽ നമ്മൾ കീസ് എന്ന സാധനം വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. അപ്പം എന്താ ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ലെഗ് പോർഷൻ ബ്രേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ CI സ്ലീപ്പർ, കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സിൽ ലൂസ് ഫിറ്റിങ്സ് ആണെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ, അതിലോട്ട് ലോഡ് അധികം വരികയും ആ സ്ലീപ്പർ ബ്രേക്ക് ആകാൻ ചാൻസും ഉണ്ടാകും. ഓക്കെ. അപ്പം റിന്യൂവൽ ഓഫ് സ്ലീപ്പേഴ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് സ്പോട്ട് റിന്യൂവൽ ആയിട്ടും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ത്രൂ റിന്യൂവൽ ആയിരിക്കും. അപ്പം സ്പോട്ട് റിന്യൂവൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ദ ഡിഫക്റ്റീവ് സ്ലീപ്പർ, ദ സ്പൈക്സ് ഓർ ദി ഫിറ്റിംഗ്സ് ആർ റിന്യൂഡ്. അപ്പോൾ അവിടെ ഒന്നുകിൽ ഡിഫക്റ്റീവ് സ്ലീപ്പർ അല്ലെങ്കിൽ സ്പൈക്ക് അല്ലെങ്കിൽ ഫിറ്റിംഗ്സ് ഒക്കെ ആയിരിക്കും റിന്യൂ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ സ്ലീപ്പറിൻ്റെ ബിലോ ആയിട്ടുള്ള ബലാസ്റ്റ് നമ്മൾ കുറച്ചങ്ങ് റിമൂവ് ചെയ്യും. എന്നിട്ട് സ്ലീപ്പറിനെ ആ റെയിലിൻ്റെ അണ്ടറിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത് മാറ്റിയിട്ട് പുതിയ സ്ലീപ്പർ ആ പൊസിഷനോട്ട് കയറ്റി വെച്ചിട്ട് സ്പൈക്കും ഫിറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ. അതാണ് സ്പോട്ട് റിന്യൂവൽ. ഇനി ത്രൂ റിന്യൂവൽ എന്ന് വെച്ചാൽ, റെയിൽസിനെ ആദ്യം നമ്മൾ റിമൂവ് ചെയ്തിട്ട് 2 സ്ലീപ്പറിൻ്റെ ഇടയ്ക്കുള്ള ക്രിബ് എന്ന് പറയുന്നത്, ആ ക്രിബിലുള്ള ബലാസ്റ്റ് മാത്രം എടുത്ത് മാറ്റും. എന്നിട്ട് ഡിഫക്റ്റീവ് സ്ലീപ്പറിനെ നമ്മൾ മാറ്റിയിട്ട് അവിടെ പുതിയ സ്ലീപ്പർ വെക്കുകയും, സ്ലീപ്പർ കറക്റ്റ് പൊസിഷൻ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മേലോട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചാൽ റെയിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യും കറക്റ്റായിട്ട്. എന്നിട്ട് ആ എടുത്ത് മാറ്റിയ ബലാസ്റ്റ് കറക്റ്റ് ആ പൊസിഷനിലെല്ലാം കൊണ്ടുവെക്കും. സ്ക്രീനിങ് എന്തെങ്കിലും ബലാസ്റ്റിൽ ചെയ്യണമെങ്കിൽ അതുകൊണ്ട് ചെയ്തിട്ടായിരിക്കും ബലാസ്റ്റ് പ്ലേസ് ചെയ്യുന്നത്. ഇനിയും അപ്പോൾ ഇതായിരുന്നു മെയിൻ്റെനൻസ് ഓഫ് സ്ലീപ്പേഴ്സ്. ഇനി അടുത്തത് ഈ ട്രാക്ക് കമ്പോണൻസിൽ വരുന്നതാണ് ഫിറ്റിങ്സിൻ്റെ മെയിൻ്റെനൻസ്. ഓക്കെ. അപ്പം നമുക്കറിയാം ട്രാക്ക് കമ്പോണൻസിലായി വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഭവം തന്നെയാണ്, ഐറ്റം തന്നെയാണ് ഫിറ്റിങ്സ്. ഫിറ്റായിട്ട് കറക്റ്റായിട്ട് ഈ ഫിറ്റിങ്സ് എല്ലാം ഇരുന്നില്ലെങ്കിൽ അത് അത്ര സ്മൂത്ത് റണ്ണിങ് ഓഫ് ട്രെയിൻ നമുക്ക് സാധ്യമാകത്തില്ല. ഓക്കെ. അപ്പം ഈ ഫിറ്റിങ്സിലൊക്കെ നമ്മൾ പീരിയോഡിക്കലി ലൂബ്രിക്കേഷൻ അപ്ലൈ ചെയ്താലേ ബോൾട്ട് എല്ലാം ടേൺ ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് ആകത്തുള്ളൂ. ഓക്കെ. അപ്പം ലുബ്രിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഫിഷ് ബോൾട്ടിലും ഫിഷ് പ്ലേറ്റിലൊക്കെ കറക്റ്റായിട്ട് ലുബ്രിക്കേഷൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് സ്മൂത്തായിട്ട് നമ്മുടെ ട്രെയിൻ ഓടുന്നത് നടക്കത്തില്ല. ഓക്കെ. അപ്പം ഈ ഫിറ്റിങ്സിൽ ചെയ്യുന്ന ലുബ്രിക്കേഷനിൽ വരുന്ന ഒരു പ്രോസസ്സാണ് ഗ്രാഫ്റ്റിംഗ്.
ഓക്കെ, ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ അത് നമ്മൾ ഫിഷ് പ്ലേറ്റിലായിരിക്കും ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ടു പ്രൊട്ടക്ട് ദി ഫിഷ് പ്ലേറ്റ് അഗനിസ്റ്റ് കൊറോഷൻ, ടു അലോ ഫ്രീ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് റെയിൽസ്, ടു ഇൻക്രീസ് ദി ലൈഫ് ഓഫ് ഫിഷ് പ്ലേറ്റ് ആൻഡ് ബോൾട്ട്. ഇതിൻ്റെയൊക്കെ കാര്യത്തിനാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു ലുബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യുവാണ്. ആ ലുബ്രിക്കൻറ്റിനകത്ത് ഗ്രാഫൈറ്റും ഗ്രീസിൻ്റെ കമ്പോണൻറ്റും കാണും. അതുകൊണ്ടാണ് അതിന് ഗ്രാഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഹോട്ട് വെതറിന് മുന്നേ ആയിട്ടായിരിക്കും നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പൈക്സ് ഒക്കെ ഈസിലി റിമൂവ് ചെയ്യുകയും റിന്യൂ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഫിറ്റിങ്സിൽ തന്നെ ഫിറ്റിങ്സിൻ്റെ മെയിൻ്റെനൻസ് വരുന്നതാണ് ട്രാക്ക് ഇംപ്രസ്ഡ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വേണ്ടി വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതാണ് റെയിൽസ്, സ്ലീപ്പേഴ്സ്, ഫിഷ് പ്ലേറ്റ്, അതെല്ലാം നമ്മൾ പെർമനൻ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് എവിടെയെങ്കിലും റീപ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ അവിടെ നിന്നായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ട്രാക്ക് ഇംപ്രസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ദേ ആർ ഇൻ നേച്ചർ ഓഫ് ആൻ ഇൻഷുറൻസ്, അങ്ങനത്തെ ഒരു കണക്കിലാണ് ഇരിക്കുന്നത്. എമർജൻസി ടൈമിൽ മാത്രമാണ്, ഉടനെ മാറ്റേണ്ട ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു മെയിൻ്റെനൻസ് ഓഫ് ട്രാക്ക് കമ്പോണൻസ്. ഇനി അടുത്തത് മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ ഡ്രെയിനേജ്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കാം. ഒന്ന്, ഡ്രെയിനേജ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. സ്മൂത്ത് റൈഡിങ്, ലോങ്ങർ ലൈഫ് ഓഫ് ട്രാക്കിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രെയിനേജ്. അപ്പം പ്രോപ്പർ ഡ്രെയിനേജ് ഓഫ് ട്രാക്ക് എന്ന് പറയുന്നത് ഫോളോയിങ് മെത്തേഡ്സിൽ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന്, ക്ലീനിങ് ഓഫ് ബലാസ്റ്റ് ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ബലാസ്റ്റിൽ കെട്ടിക്കിടന്നാൽ, അത് കെട്ടിക്കിടക്കുന്നത് മെയിൻലി എന്താണ്, ഡസ്റ്റ് വന്ന് കിടക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടിയോ പുല്ലോ എല്ലാം കിളുത്ത് വന്നാലാണ് ബലാസ്റ്റിൽ വെള്ളം കെട്ടിക്കിടന്നാൽ എന്താ പറ്റുന്നത് വെച്ചാൽ സബ്ഗ്രേഡിലോട്ട് വെള്ളം പെർക്കുലേറ്റ് ചെയ്ത് പോവുകയും പിന്നെ ട്രാക്കിനെ അത് ഡിഫക്റ്റ് ആക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ബലാസ്റ്റ് ക്ലീൻ ചെയ്യണം. അത് നമുക്ക് ഫോളോയിങ് മെത്തേഡ്സിൽ ചെയ്യാം. ഒന്ന്, വീഡ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. കാര്യം ആ വീഡ്സ് വന്ന് കിടക്കുവാണെങ്കിൽ അത് ആ വെള്ളത്തിൻ്റെ ഫ്ലോയിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യും, വാട്ടറിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാതായി വരും. അപ്പം ഈ വീഡ്സിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. അത് ഒന്നെങ്കിൽ റെയിനിന് ബിഫോർ ആയിട്ട് അല്ലെങ്കിൽ ഡ്യൂറിങ് റെയിൻ ടൈമിലായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. ഗ്രോത്ത് ഓഫ് ദി വീഡ്സ് ഒട്ടും വരാതിരിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബലാസ്റ്റ് എപ്പോഴും ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ചെടി എടുത്ത് മാറ്റുമ്പോൾ അല്ലെങ്കിൽ പുല്ലൊക്കെ എടുത്ത് മാറ്റുമ്പോൾ നല്ല വേരോടെ അത് പോരുന്ന രീതിയിൽ അപ്രൂട്ട് ചെയ്തിട്ട് വേണം ആ വീഡ്സ് എടുത്ത് മാറ്റാൻ. ഓക്കെ, അടുത്തത് നമുക്ക് ഡസ്റ്റ് ഉണ്ടായിരിക്കും. ഈ വീല് ലോഡ് കാരണം ബലാസ്റ്റ് പൊടിഞ്ഞിട്ട് ഡസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഡസ്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്യണം. എന്നാലേ നമുക്ക് ട്രാക്കിൻ്റെ ഇലാസ്റ്റിസിറ്റിയും പ്രോപ്പർ ഡ്രെയിനേജ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ക്ലീനിങ് ഓഫ് വീഡ്സ്. അടുത്തത് ഡ്രെയിനേജിൽ തന്നെ വരുന്നതാണ് ക്ലീനിങ് ഓഫ് സെസ്. ഓക്കെ, ഇപ്പം സെസ് എന്ന് വെച്ച പോർഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബലാസ്റ്റിൻ്റെ ടോ തൊട്ട് ആ ഫോർമേഷൻ്റെ എഡ്ജ് വരെയുള്ള പോർഷനാണ് സെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പോർഷൻ നമ്മൾ ക്ലീൻ ചെയ്താലേ അങ്ങോട്ടുള്ള വാട്ടറിനെ കളക്ട് ചെയ്ത് കിടക്കുന്നത് അവോയ്ഡ് ചെയ്ത് വെള്ളം അങ്ങ് ഡ്രെയിൻ ആയി പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ക്ലീൻ ചെയ്യണം. കാര്യം സെസ് പോർഷൻ നമ്മൾ സ്ലോപ്പിലായിരിക്കും കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവിടെയും വെജിറ്റേഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അടുത്തത് സർഫസ് ഡ്രെയിനേജ് നമ്മൾ നോക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഈ ഫോർമേഷൻ പോർഷൻ ഇല്ല, അത് വെറ്റായിട്ടിരുന്നാൽ എന്താ പറ്റുന്നത് വെച്ചാൽ അവിടെ സെറ്റിൽ ഡൗൺ ആവുകയോ അല്ലെങ്കിൽ സ്ലൈഡിങ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വാട്ടർ എത്രയും പെട്ടെന്ന് ക്വിക്ക്ലി റിമൂവ് ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പർപ്പസ് നമ്മൾ സൈഡ് ഡ്രെയിൻസ് ഒക്കെ സഫീഷ്യൻറ്റ് കപ്പാസിറ്റിയിൽ കൊടുക്കേണ്ടി വരും. അതുപോലെ ഡബിൾ ട്രാക്ക് പോകുന്നിടത്താണെങ്കിൽ ഒരു നാച്ചുറൽ ചാനൽ ഇൻ ബിറ്റ്വീൻ ദി ഷോൾഡർ ഓഫ് 2 ട്രാക്ക് നമ്മൾ കൊടുക്കും. എന്നിട്ട് വാട്ടർ അതിൽ അക്കുമുലേറ്റ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ക്രോസ് ഡ്രെയിൻസ് വെച്ചിട്ടായിരിക്കും റിമൂവ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് സർഫസ് ഡ്രെയിനേജിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് കാണിക്കും. സംടൈംസ് നമ്മൾ എക്സസീവ് മോയ്സ്ചറും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ ലോഗിങ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമായിരിക്കും. അപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ ഡ്രെയിൻസ് കൊടുക്കും. ഓക്കെ, ഈ ഒരു വാട്ടർ കെട്ടിക്കിടക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അങ്ങനെ വെള്ളം റിമൂവ് ചെയ്ത് ആ ഒരു ബലാസ്റ്റ് പോർഷനിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ ഡ്രെയിനേജിൽ വരുന്നത്. അടുത്തത് മെയിൻ്റെനൻസ് ഓഫ് ഗേജ്. ഓക്കെ, അപ്പം നമുക്കറിയാം യൂണിഫോമിറ്റി ഓഫ് ഗേജ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലല്ലേ കറക്റ്റ് ആ ഒരു ട്രാക്കിൽ കൂടെ വീലിന് കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോൺ യൂണിഫോം ആണെങ്കിൽ റൈഡിങ് ക്വാളിറ്റിയും എഫക്റ്റ് ആവും. ഓക്കെ, അപ്പം ഈ ഗേജിൽ വേരിയേഷൻ ഉണ്ടാകാനുള്ള കോസസ് എന്താണെന്ന് വെച്ചാൽ ട്രാക്കിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ എവിടെയെങ്കിലും ലൂസ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഗേജ് വൈഡൻ ആകുകയും വീലൊക്കെ അതിൽ നിന്ന് സ്കിഡായി പോവുകയും ഭയങ്കര നോയ്സി ആക്ഷൻ ഓഫ് വീൽസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അവിടെയും റഫ് റൈഡിങ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് അതിൻ്റെ മെയിൻ കോസ് എന്ന് വെച്ചാൽ ഒന്ന് ട്രാക്ക് ഗേജ്
ഇറഗുലർ ആകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ടൈം അങ്ങോട്ട് കൂടുന്നതെന്ന് വെച്ചാൽ കുറേ നാൾ ട്രാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വൈഡനിങ് ഒക്കെ ഉണ്ടാകും. കാര്യം സ്ലീപ്പറിൻ്റെ ഫിറ്റിങ്സിലും എന്താണ് ലൂസൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വുഡൻ സ്ലീപ്പറൊക്കെ ആണെങ്കിൽ ഈ സ്പൈക്ക് വെച്ചിട്ടായിരിക്കും ഇറക്കി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സ്പൈക്ക് കാരണം ടിമ്പറിൽ ക്രഷിങ് ഉണ്ടാകുകയും സ്പൈക്ക് ഹോൾ പൊങ്ങി വൈഡൻ ആവുകയും മൊത്തത്തിൽ ഗേജിന് അത് വ്യത്യാസം ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഈ റീസൺസ് കാരണമാണ് ഗേജ് മാറുന്നത്. ഓക്കെ, അപ്പം യൂണിഫോമിറ്റി ഗേജ് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രാക്ക് ഫിറ്റിങ്സ് ഒക്കെ കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെക്കുകയും പ്രോപ്പറായിട്ട് നമ്മൾ ആ ജോയിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയും ക്രീപ്പ് ആങ്കർ കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പം സ്ലൈറ്റ്ലി ടൈറ്റ് ഗേജ് ആണ് എപ്പോഴും സ്ലൈറ്റ്ലി സ്ലാക്ക് ഗേജിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത്. കാര്യം ടൈറ്റ് ആയിട്ടുള്ള ഗേജ് ആണെങ്കിൽ നമുക്ക് അവിടെ വീൽസിന്റെ ലാറ്ററൽ മൂവ്മെന്റിനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ USA യൂസ് ചെയ്യുന്ന 2 സ്പെഷ്യൽ ഡിവൈസിനെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. ഈ ഗേജ് യൂണിഫോം ആക്കി വെക്കാൻ. ഒന്ന് ഗേജ് റോഡ് എന്ന സാധനം അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് 2 ജോസ് ഉണ്ടായിരിക്കും, ഒന്ന് ഫിക്സ്ഡും ഒന്ന് മൂവബിൾ ആണ്. അപ്പം അത് ഫൂട്ട് റെയിലിനെ ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത് വെക്കാൻ, മറ്റേ റെയിൽ സ്പ്രെഡ് ചെയ്ത് പോകാതെ കറക്റ്റ് രണ്ടും കൂടെ ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഗ്രിപ്പ് ചെയ്തിരിക്കും. ഇനി വേറൊരു സംഭവം അവർ യൂസ് ചെയ്യുന്നത് റെയിൽ ബ്രേസ് എന്ന സാധനം യൂസ് ചെയ്യും. അത് 4 മൂവബിൾ ജോസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതും ഈ റെയിൽസിന്റെ എഡ്ജസിനെ എല്ലാം കൂടെ ഗ്രിപ്പ് ചെയ്ത് വെക്കുകയും സ്പ്രെഡിങ് ഓഫ് ഗേജ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഡിവൈസും യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കട്ടെ, ബാക്കി പോർഷൻ്റെ വീഡിയോ കൂടി ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇന്നിപ്പം ഞാൻ പറഞ്ഞ പോർഷൻസൊക്കെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പിയാണ് വെച്ചത്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഒത്തിരി ഉണ്ടെന്ന് തോന്നി അത് പഠിക്കാതിരിക്കണ്ട. ജസ്റ്റ് നിങ്ങൾ എന്താ മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ ഡ്രെയിനേജിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം അത് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഇത് വായിച്ചിട്ട് ഇത് എഴുതി വെക്കാമല്ലോ. എഴുതി വെക്കുന്നത് മാത്രം വായിച്ചങ്ങ് പോയാൽ മതി. ഓക്കെ, ഇൻ കേസ് ചോദിച്ചാൽ നമുക്കത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 3-4 വർഷം വായിച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ തലയിൽ കയറും, അത് ഉറപ്പാണ്. 3-4 വർഷം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലിരിക്കും. ഓരോ സ്ഥലത്ത് എന്തൊക്കെ ചെയ്യണമെന്നെങ്കിലും മാത്രം വായിച്ചു വെക്കുക. ഇന്ന ചെയ്യണം. ഡ്രെയിനേജ് ആണെങ്കിൽ വീഡ്സ് റിമൂവ് ചെയ്യണം, ഡസ്റ്റ് ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ സെസ് പോർഷൻ ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് നോട്ട്സ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ടൈം പറയാം.